കൗമാരക്കാരെയും വിദ്യാർത്ഥികളെയും മതം മാറ്റാൻ പ്രകോപനപരമായ പ്രചാരണവുമായി മുസ്ലിം സംഘടനയായ നീച്ച് ഓഫ് ട്രൂത്ത് ഇസ്ലാം മാത്രമാണ് ശരിയെന്ന വിധത്തിൽ കൗമാരക്കാർക്കിടയിൽ പുസ്തക വിതരണം നടത്തുകയാണ് സംഘടന. പുസ്തകത്തിൽ മുസ്ലിമാകാനുള്ള രീതികളും വിശദീകരിക്കുന്നു. മരിച്ച ദൈവങ്ങളിലടക്കം മതസ്പർദ്ധ പരത്തുന്ന പരാമർശങ്ങളും വിതരണം ചെയ്യുന്ന പുസ്തകത്തിലുണ്ട്. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തി. കഴിഞ്ഞ കുറേയേറെ ദിവസമായി കേരളത്തിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ വളരെ വ്യാപകമായ രീതിയിൽ കുട്ടികളെ മതപരിവർത്തനം ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ മനം മാറ്റാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തി വരികയാണ്. തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നീച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം വളരെ വ്യാപകമായ രീതിയിൽ ഇസ്ലാം സമർപ്പണം സമാധാനം എന്നൊരു പുസ്തകം വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിടുന്ന സമയത്ത് കുട്ടികളുടെ ഇടയിൽ വ്യാപകമായി വിതരണം ചെയ്യുകയും ഇസ്ലാമാണ് ശരി, ബാക്കി എല്ലാ മതങ്ങളിലെയും ആരാധനാ സമ്പ്രദായങ്ങളും ദൈവിക സങ്കല്പങ്ങളും തെറ്റാണെന്നും പ്രചരിപ്പിച്ചു വരികയാണ്. തീർത്തും അപലപനീയമായ ഒരു കാര്യമാണിത്. കാരണം 18 വയസ്സ് പോലും പൂർത്തിയാവാത്തൊരു വിദ്യാർത്ഥിയുടെ അടുത്ത് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം ലഭിക്കുമെന്നും ബാക്കി മതങ്ങളൊക്കെ തന്നെ തെറ്റാണെന്നുമുള്ള ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രീകരണം നടത്തുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഈ മതം മാറ്റാനുള്ള അടവുകൾ പലവിധമാണ് ഈ ജിഹാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പല രീതിയിൽ പല ശൈലിയും നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ പുസ്തക രൂപേണയാണ് അത് എത്തിയിരിക്കുന്നത് പിഞ്ച് ബാല്യങ്ങളിലേക്ക്. അവരുടെ അനിൽവിളയിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ മനസ്സിനെ ഇളക്കാനുള്ള പല അടവുകളും പല തന്ത്രങ്ങളും ആ പുസ്തകത്തിലുണ്ട്. എന്താണ് നീച്ച് ഓഫ് ട്രൂത്തിലെ പരാമർശം? അവരുടെ രീതികൾ, ശൈലികൾ ഏത് തരത്തിലുമാണ്? ഇത് ഖുറാൻ്റെ പ്രചരണം എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകൃതമായ ഒരു സംഘടനയാണ് നീച്ച് ഓഫ് ട്രൂത്ത് എന്നതാണ് ഇതിൻ്റെ പ്രസാധന കുറിപ്പിൽ പറയുന്നത്. ഇത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ വിതരണമാണ് ഇന്നലെ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് നടന്നത്. സ്കൂൾ വിടുന്ന സമയം നോക്കി വിദ്യാർത്ഥികൾ തടിച്ചുകൂടുന്ന പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സൗജന്യമായി പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. ഖുറാൻ അടക്കം സൗജന്യമായി വിതരണം ചെയ്യുമ്പോൾ അതോടൊപ്പമാണ് മുസ്ലിം മതം, അത് സമാധാനം സമർപ്പണം എന്ന പേരിൽ ഒരു പുസ്തകം ഇവർ വിതരണം ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനം ആദ്യത്തെ പേജിൽ തന്നെ പ്രസാധന കുറിപ്പിൽ തന്നെ പറയുന്നത് ഖുറാൻ മാത്രമാണ് ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന വേദഗ്രന്ഥം. അതോടൊപ്പം തന്നെ മറ്റു മതവിശ്വാസങ്ങൾ അത് തെറ്റാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുസ്ലിം മതം സ്വീകരിക്കാമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതിൽ വിശദീകരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് അത് വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് ഈ പുസ്തകം നൽകുന്നത്. നൽകുമ്പോൾ തന്നെ മറ്റു മതങ്ങളെ അധിക്ഷേപിക്കുന്ന ഒരു സമീപനം കൂടി ഈ പുസ്തകത്തിലുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറയുന്നവർക്ക് പോലും ഉയർത്തെഴുന്നേൽക്കുന്നത് എപ്പോഴെന്ന് അറിയില്ല. സൃഷ്ടാവിന് മാത്രമാണ് രക്ഷകനാകാൻ സാധിക്കുന്നത്. സൃഷ്ടികൾക്കൊന്നും അതിന് സാധിക്കില്ല. അനുഗ്രഹം നൽകാനോ ഒന്നും തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ ആവില്ല. സ്വർഗം ലഭിക്കണമെങ്കിൽ ഇസ്ലാം മതവിശ്വാസം സ്വീകരിക്കണം എന്ന തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ കൗമാരപ്രായക്കാർക്കിടയിലേക്ക് വിതരണം ചെയ്യുമ്പോൾ അതും സൗജന്യമായി വിതരണം ചെയ്യുന്നു. അതിൻ്റെ ഉദ്ദേശശുദ്ധി, ലക്ഷ്യം എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം തന്നെ വലിയൊരു ചോദ്യം ഉയരുന്നു. ഇത്രയേറെ പുസ്തകം പബ്ലിഷ് ചെയ്തത് സൗജന്യമായി ഇത്തരത്തിൽ വിതരണം ചെയ്യണമെങ്കിൽ അതിനുള്ള ഫണ്ട് എവിടെ നിന്ന് ലഭിക്കുന്നു? ഇതിൽ എത്ര കോപ്പികൾ അച്ചടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളില്ല. ഇത്തരത്തിൽ ഒരു പുസ്തകം ഇറക്കിക്കൊണ്ട് അതും ഈ കൗമാരക്കാരിലേക്കും മറ്റും വിതരണം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഇടപെടുമ്പോൾ മറ്റ് മതസ്ഥരും ഇതേ സമാന രീതിയിൽ അവരുടെ അതായത് സുധീഷ്, ഇവിടെ ആ മതത്തിന്റെ പ്രചാരണം മാത്രമല്ല, മറ്റു മതങ്ങളെ നിന്ദിക്കുന്നു, ദൈവങ്ങളെ നിന്ദിക്കുന്നു, അത്തരത്തിലുള്ള പ്രചാരണങ്ങളും നടത്തുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടം. മതനിന്ദയാണ്. മതം പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തോടൊപ്പം മതനിന്ദയും കൃത്യമായി ഇവർ നടപ്പിലാക്കുന്നു. ആസൂത്രിതമായ നീക്കം നടത്തുന്നു. ഇതിന് പിന്നിൽ കൃത്യമായ ജിഹാദി ശക്തികളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായിട്ടും മതസ്പർദ്ധ വളർത്തുന്ന വലിയ പ്രചരണമാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിൽ ഉദാഹരണം പറയുവാണെങ്കിൽ ഒന്നിലധികം ഗ്രഹനാഥന്മാർ ഒരു വീട്ടിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒന്നിലധികം പ്രധാനമന്ത്രിമാരോ രാഷ്ട്രപതിമാരോ ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കും. അതുപോലെയാണ് ദൈവത്തിൻ്റെ കാര്യത്തിലും. ഏകദൈവം മാത്രമാണ് ശരി, ഒന്നിലധികം ദൈവങ്ങളുണ്ടെങ്കിൽ അത് പ്രശ്നം സൃഷ്ടിക്കും എന്ന തരത്തിലുള്ള പ്രചരണം. അത്തരത്തിൽ മറ്റ് മതവിശ്വാസങ്ങളെല്ലാം തെറ്റാണെന്ന് ഊന്നിപ്പറയുന്ന ഒരു പുസ്തകമാണ് പ്രചരിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് എങ്ങനെ മുസ്ലിം
ആകാം എന്ന് ചോദിച്ചുകൊണ്ട്, അതായത് ജന്മം കൊണ്ട് മാത്രമല്ല ഒരാൾ മുസ്ലിം ആകേണ്ടത്, മറ്റ് ഏതൊക്കെ രീതിയിൽ മുസ്ലിം ആകാം, അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്ന ഒരു പുസ്തകം. അത് സൗജന്യമായി പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് കൗമാരക്കാർക്കിടയിൽ വിതരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ അത് മുസ്ലിം മതത്തിലൂടെ, അള്ളാഹുവിലൂടെ മാത്രമേ പറ്റൂ എന്ന് പ്രചരിപ്പിക്കുന്ന പുസ്തകമാണ് സൗജന്യമായി വിതരണം ചെയ്യുന്നത്. ഇതിൻ്റെ ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ എവിടെ നിന്ന് എന്ന വലിയ ചോദ്യം ഉയരുന്നു. ഇതിൻ്റെ പ്രചാരകരായി പ്രവർത്തിക്കുന്നവരുടെ പശ്ചാത്തലങ്ങൾ അറിയേണ്ടതുണ്ട്. ആ രീതിയിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തി മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ, വർഗീയ കലാപം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇന്നലെ അമ്പലപ്പുഴയിൽ നടന്നെങ്കിൽ തൊട്ട് തലേ ദിവസം ഇത് മാങ്ങാത്ത് ഇത്തരത്തിൽ വിതരണം ചെയ്തതായി പറയുന്നു. ഇന്നലെ അമ്പലപ്പുഴയിൽ വിതരണം ചെയ്യുന്നത് ഞാൻ ബസ്സിൽ വരുമ്പോൾ നേരിട്ട് കണ്ടതാണ്. അതിൽ ബസ്സിലുള്ള ഒരാൾക്ക് മാത്രം പുസ്തകം കൊടുക്കുന്നു, അതും ചന്ദനക്കുറി അണിഞ്ഞ ഒരാൾക്ക് മാത്രം പുസ്തകം കൊടുക്കുന്ന രീതി. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റ് മതക്കാർക്കിടയിലേക്ക് ഈ പുസ്തകം വിതരണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. ആ രീതിയിൽ വ്യാപകമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ഈ നീച്ച് ഓഫ് ട്രൂത്ത് എന്ന സംഘടനയുടെയും നീച്ച് എന്ന പബ്ലിക്കേഷൻസിൻ്റെയും പ്രവർത്തനങ്ങളും അവിടെ അച്ചടിക്കുന്ന പുസ്തകങ്ങൾ എന്തൊക്കെയെന്നത് സംബന്ധിച്ചും എല്ലാം വിശദമായ പരിശോധന, അന്വേഷണം ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. KP, ഇപ്പോൾ ഇത്തരത്തിലുള്ള വ്യാപകമായ പ്രചാരണം നടക്കുമ്പോൾ ഇതിനെ നിയമപരമായി നേരിടാൻ തന്നെയാണ് VHP അടക്കമുള്ള സംഘടനകളുടെ തീരുമാനം. എത്രത്തോളം പ്രതിഷേധവും ശക്തമായി കഴിഞ്ഞു? KP സംബന്ധിച്ച് നിയമപരമായി നീങ്ങും എന്നതാണ്. ആദ്യം ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുക എന്നതാണ് VHP അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഹിന്ദുമതത്തെ മാത്രമല്ല മറ്റെല്ലാ മതവിശ്വാസങ്ങളെയും തീർത്തും മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ നടത്തുന്നത്. ഇത്തരം സമാനമായ എത്ര പുസ്തകമുണ്ട് പ്രചരിപ്പിക്കുന്നു എന്നത് സംബന്ധിച്ചും കൃത്യമായ പരിശോധന വേണ്ടതാണ്. ഇത് ഈ ബസ്സിൽ ഈ ഒരു പുസ്തകം മാത്രമാണ് വിതരണം ചെയ്തത്. ഇതേ സമയത്ത് മറ്റ് നിരവധി ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും അവർ വിൽപ്പനയ്ക്കായി അവിടെ വെച്ചിട്ടുണ്ട് എന്നതും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അത് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് ഇന്നലെ വ്യാപകമായി വിതരണം ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതപ്പോൾ വളരെ അപകടകരമായ ഒരു സമീപനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് നാട്ടിലെ ശാന്തിയും സമാധാനവും നിലനിൽക്കണം എന്ന ലക്ഷ്യത്തോടെ സർക്കാർ പ്രവർത്തിച്ചാൽ ഇതിനെതിരെ കർശന നടപടി ഉണ്ടാകും. അതല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള കലാപങ്ങളിലേക്ക് നാടിനെ എത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. KP, യെസ്, കൗമാരക്കാരെയും വിദ്യാർത്ഥികളെയും മതം മാറ്റാൻ പ്രകോപനമായ പ്രചരണവുമായി മുസ്ലിം സംഘടനയായ നീച്ച് ഓഫ് ട്രൂത്ത്, ഇസ്ലാം മാത്രമാണ് ശരിയെന്ന വിധത്തിൽ കൗമാരക്കാർക്കിടയിൽ പുസ്തകത്തിന്റെ വിതരണം നടത്തുകയാണ് ഈ സംഘടന. പുസ്തകത്തിൽ മുസ്ലിം ആകാനുള്ള രീതികളും വിശദീകരിക്കുന്നു. മരിച്ച ദൈവങ്ങൾ എന്നടക്കമുള്ള മതസ്പർദ്ധ പരത്തുന്ന പരാമർശങ്ങളും ഈ വിതരണം ചെയ്യുന്ന പുസ്തകത്തിലൂടെ ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. സുരേഷ് ഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.